തിരുമൂലദേവന്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ ദാസമാർഗത്തെക്കുറിച്ചിട്ടാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദാസമാർഗത്തെക്കുറിച്ചിട്ടുള്ള ആദ്യത്തെ പാഠം നാം കണ്ടു. അതൊന്നുകൂടെ വായിക്കുകയാണ്. ഈശനെ തൊഴും വീണ് കുമ്പിടും കരുണയ്ക്കായിട്ട് ഈശനെ എല്ലാ നാളും നല്ലപോൽ സ്തുതിക്കും ഞാൻ. ആകയാൽ കുത്തായി നിങ്ങളും പുഷ്പം തൂകി ഈശൻ്റെ ആശിസേറ്റിടുന്നത് ദാസമാർഗം. ഈശ്വരനെ പൂജിച്ച് സൽക്കരിച്ച് ആരാധിച്ച് കുത്തായി പുഷ്പങ്ങൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് ഈശ്വരാരാധനയോടെ ജീവിക്കുന്ന ഒരു സാധകൻ ശിവഭഗവാന്റെ ദാസനത്രേ. ആ ദാസമാർഗത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ തിരുമൂലദേവൻ്റെ ഈ ദാസമാർഗ സമ്പ്രദായത്തെക്കുറിച്ച് 1000 ആണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ആ വീഥിയിലൂടെ അനേകം കോടി ജനങ്ങൾ യാത്ര ചെയ്യുകയും ശിവസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ദാസമാർഗത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വച്ചാൽ, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന, മനസ്സിൽ കുടികൊള്ളുന്ന ആ ഹൃദയഗ്രന്ഥി പൊട്ടിപ്പോകുന്നു. അതായത് അഹം എന്ന ഭാവം പൂർണ്ണമായി നശിച്ച് ശിവൻ്റെ മുമ്പിൽ താനൊരു കളിപ്പാവയാണ് എന്നും സമ്പൂർണ്ണ ശരണാഗതിയിലൂടെ താനൊരു ദാസനാണെന്നും ഭക്തൻ മനസ്സിലാക്കുന്നു. ശിവൻ്റെ യജമാനും താനൊരു ദാസനുമാണെന്നുള്ള ആ ഭാവത്തോടെ ഈശ്വരനെ പൂജിച്ച് ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് ദാസമാർഗം. ഈ മാർഗത്തിൻ്റെ ഉദാഹരണമായിട്ട്, ഈ ദാസമാർഗത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് ഹനുമാനെയാണ്. ശ്രീരാമഭക്തനായ ഹനുമാൻ ദാസമാർഗത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം ശൈവസിദ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പർ എന്ന മരുൾ നീക്കിയാരെ കുറിച്ചിട്ടാണ്. അപ്പരുടെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ ചില സംഭവങ്ങൾ ശൈവസിദ്ധന്മാർ എടുത്തു കാണിക്കുന്നു. പ്രത്യേകിച്ചും പെരിയ പുരാണത്തിൽ, ചേക്കിഴാരുടെ പെരിയ പുരാണത്തിൽ ഈ ദാസമാർഗത്തിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പർ എന്ന തിരുനാവുക്ക് അരശരെയാണ്. ആ തിരുനാവുക്ക് അരശരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ചേക്കിഴാർ വളരെ ഗംഭീരമായിട്ട് പെരിയ പുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ മലയാള തർജ്ജിമയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ, ആ സംഭവം ഇങ്ങനെയാണ്. അതായത് ശിവമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച മരുൾ നീക്കിയാർ അപ്പർ മറ്റ് ചില മാർഗങ്ങളിലേക്ക് പോകുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിവയോഗിനിയായ സഹോദരി തിലകവതി അതിൽ അതീവ ദുഃഖിതയായി തീരുകയും ചെയ്തു. ഇതിനിടെ മരുൾ നീക്കിയാർക്ക് ഉദരരോഗം പിടിപെട്ടു. വിദേശത്ത് പല മഹാഭിഷഗ്വരന്മാരും ചികിത്സിച്ചിട്ടും ആ രോഗം ഭേദമായില്ല. തിലകവതി എന്ന ആ സഹോദരി, ശിവയോഗിനിയായ ആ സഹോദരി തൻ്റെ സഹോദരനെ മരുൾ നീക്കിയാരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. എന്നിട്ട് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ രംഗം ചേക്കിഴാർ വർണ്ണിക്കുന്നത് നമുക്ക് ഗദ്യഭാഷയിൽ കാണാം. നോക്കൂ, തിലകവതിയാർ വീരാട്ടേശ്വരനെ സാക്ഷിയാക്കി പുതിയ വസ്ത്രവും വിമലമായ ഭസ്മവും കൊടുത്ത് പഞ്ചാക്ഷരി മന്ത്രോപദേശത്തോടെ അനുജന് ദീക്ഷ നൽകി. അങ്ങനെ ശിവദീക്ഷ നൽകി.
കൃപാനിധിയായ ഭഗവാന്റെ ഭസ്മം ലഭിച്ച മരുൾ നീക്കിയാർക്ക് താൻ രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസം വന്നു. ആ ഭസ്മം ദേഹമാസകലം പൂശിയ ശേഷം തൻ്റെ സന്നിധിയിലെത്തുന്ന ഭക്തന്മാർക്ക് അഭയം നൽകുന്ന ഭഗവാനെ ദർശിക്കാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിലെ വിഷാദവും വെളിയിലെ ഇരുട്ടും നീക്കുന്ന സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള സമയമായിരുന്നു അത്. പുണ്യാത്മാക്കളായ ബ്രാഹ്മണന്മാർ പൂജാ സാമഗ്രികളുമായി ക്ഷേത്രത്തിനകത്തേക്ക് കയറി. അവരോടൊപ്പം മരുൾ നീക്കിയവരും ശ്രീകോവിലിൻ്റെ മുന്നിലെത്തി പ്രദക്ഷിണം ചെയ്ത് സാഷ്ടാംഗം നമസ്കരിച്ചു. ഉടൻ ഭഗവാന്റെ കൃപ അദ്ദേഹത്തിനുള്ളിൽ നിറഞ്ഞു. ഭഗവാനെ സ്തുതിച്ച് പാടാനുള്ള കഴിവ് തനിക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കിയ മരുൾ നീക്കിയാർ കൂറ്റായിന വാരുവിളക്കയിലിർ എന്ന പാടൽ ചൊല്ലി. അതിൻ്റെ മലയാളാർത്ഥം ഇതാണ്: ഭഗവാനെ എൻ്റെ ഈ മഹാരോഗത്തെ മാറ്റിത്തരണേ. ഈ മാറാരോഗത്തെ അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കും മാറ്റിത്തരാൻ കഴിയില്ല എന്ന് തുടങ്ങി മനോഹരമായ ഒരു പാടൽ പാടി. അത് പാടിത്തീർന്നതും ഉദരവേദന അപ്രത്യക്ഷമാകുകയും ചെയ്തു. ശരീരത്തിൽ ഒരു ദിവ്യശക്തി അനുഭവപ്പെട്ടു. ഇതാണ് ചേക്കിഴാർ മരുൾ നീക്കിയാർ എന്ന തിരുനാവുക്ക് അരശർ എന്ന അപ്പരെക്കുറിച്ച് പാടുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു രംഗം കൂടി വരുന്നുണ്ട്. അതോടെ അപ്പർ ദാസമാർഗം സ്വീകരിക്കുകയാണ് ചെയ്തത്. ആ രംഗം ഇവിടെ ചേക്കിഴാർ വർണ്ണിക്കുന്നു. പരമേശ്വര കൃപയാലാണ് താൻ രോഗവിമുക്തനായത് എന്ന് മനസ്സിലാക്കിയ മരുൾ നീക്കിയാരിൽ അപാരമായ ശിവഭക്തി ഉണ്ടായി. ശരീരം സ്തബ്ധമായി, കണ്ണുനീർ ധാരധാരയായി ഒഴുകി. പുളകിതഗാത്രനായി നിലത്ത് വീണുരുണ്ട് ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു: എൻ്റെ തെറ്റുകൊണ്ട് പാഴാക്കപ്പെട്ട ഈ ജന്മത്തെ അവിടുന്ന് സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് രക്ഷിച്ചു. ഞാൻ അതിന് യോഗ്യനായിരുന്നോ? അങ്ങയെ ഞാൻ ഉപേക്ഷിച്ചെങ്കിലും എന്നെ കൈവിടാതെ കാത്ത അവിടുത്തെ കാരുണ്യത്തെ ഞാൻ എങ്ങനെ വിവരിക്കും? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാടലുകൾ നിർമ്മിച്ച അവിടെ വച്ച് തന്നെ പാടുകയാണ്. രോഗവിമുക്തി നേടിയ മരുൾ നീക്കിയാർ എന്ന അപ്പർ തിരുനാവുക്ക് അരശർ പാടിയ ആ പാടൽ ശിവൻ്റെ വൈദ്യനാഥനായ ശിവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇവിടെ ഞാൻ ആവർത്തിക്കുകയാണ്. അതിൻ്റെ ഗദ്യ വിവർത്തനം മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ഇതാ നോക്കൂ: താർഷ്യ നദീതീരത്ത് വിദ്രുമാദ്രാവസിയും വീക്ഷണത്തിലൂടെ രോഗശാന്തി നൽകുന്നവനുമായ വിരാട്ടേശ്വര, അങ്ങയ്ക്ക് നമസ്കാരം. ചികിത്സ ചെയ്യാതെ തന്നെ രോഗാന്ധകാരത്തെ ഇല്ലാതാക്കുന്ന ഭാനുവ്, അനാഥരക്ഷകനും ആനത്തോളുടുത്തവനുമായ അവിടത്തേക്ക് പ്രണാമം. അപ്പോൾ ഇവിടെ മരുൾ നീക്കിയാർ എന്ന തിരുഞ്ഞാൻ അപ്പർ പാടുന്ന ഈ പാട്ട് ലോകപ്രശസ്തമാണ് തമിഴകത്തെങ്കിലും. അജ്ഞാനമാകുന്ന രോഗത്തിൻ്റെ വൈദ്യനും വിജ്ഞാനാമൃതം പകരുന്നവനും വിശുദ്ധനെ മറികടക്കുന്നവനും വിഷ്ണു തുടങ്ങിയ ദേവന്മാരാൽ ആരാധ്യനുമായ ഭഗവാനെ അവിടത്തേക്ക് വന്ദനം. ജഗമംഗളത്തിന് കാരണനും ജന്മമൃത്യു ഭയമില്ലാതാക്കുന്നവനും ജഡയിൽ ഗംഗയെ തടഞ്ഞു വച്ചവനുമായ അങ്ങേക്ക് പ്രണാമം. ദുർബുദ്ധിയായ എൻ്റെ രോഗത്തെ നീക്കി എനിക്ക് സദ്ബുദ്ധി നൽകി അവിടത്തെ ഭക്തനാക്കി തീർത്തതിന് ദയാലോ നമസ്കാരം. അണുവിന് മേരുവിൻ്റെ ഉയരമറിയാനോ, മിന്നാമിനിങ്ങിന് സൂര്യ തേജസ് അറിയാനോ, ജലകണത്തിന് സാഗരത്തിൻ്റെ ഗാംഭീര്യം അറിയാനോ കഴിയാത്തതുപോലെ അങ്ങയുടെ മഹത്വത്തെ ഞാൻ അറിയുന്നില്ല. ഒരു പുഞ്ചിരി കൊണ്ട് ത്രിപുര നിഗ്രഹം ചെയ്തവനും കാമദേവൻ്റെ
അഹങ്കാരത്തെ ഇല്ലാതാക്കിയവനും മഹാഭയം നീക്കി അഭയം നൽകുന്നവനായ മഹാനുഭവ, അവിടത്തേക്ക് പ്രണാമം. എൻ്റെ കോടിക്കണക്കിനുള്ള പൂർവ്വജന്മങ്ങളിൽ ഞാൻ ഒരിക്കൽ പോലും അങ്ങയെ സ്മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് മറ്റ് പല മാർഗങ്ങളിൽ പോകേണ്ട അവസ്ഥയുണ്ടായത്. അങ്ങയുടെ ഭക്തയായ എൻ്റെ ജ്യേഷ്ഠ സഹോദരിയുടെ പ്രസാദം കൊണ്ട് എനിക്ക് നല്ല ബുദ്ധി തെളിഞ്ഞു. ഇനി എനിക്കൊരു ജന്മമുണ്ടാകരുതേ ഹേ ശംഭോ. അഥവാ ഞാൻ ജനിക്കുകയാണെങ്കിൽ തന്നെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഭക്തി ഉണ്ടാകണമേ. ഇതാ ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ ഭക്തദാസനായി ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിവസേവ ചെയ്തുകൊണ്ട്, ശിവക്ഷേത്രങ്ങളിൽ പൂജ ചെയ്തുകൊണ്ട്, ശിവക്ഷേത്രങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട്, ശിവക്ഷേത്രങ്ങളിൽ തന്നെ എല്ലാവിധ കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് അപ്പർ തൻ്റെ ശിഷ്ടകാലം കഴിഞ്ഞുകൂടി. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. എങ്ങനെയാണോ മരുൾ നീക്കിയാറെന്ന അപ്പരുടെ ജീവിതത്തിലെ മാറാരോഗത്തെ മാറ്റിയത്, ഭഗവാൻ വൈദ്യനാഥനായ ഭഗവാന്റെ ആ തിരുസന്നിധിയിൽ പാടിയ ഈ പാടലുകൾ മനനം ചെയ്യാൻ ആർക്കാണോ കഴിയുന്നത് അവർ തികച്ചും ഭാഗ്യവാന്മാരാണ്. ഇന്ന് ശിവരാത്രി ദിവസമാണ്. 2024 മാർച്ച് 8 വെള്ളിയാഴ്ച മഹാശിവരാത്രിയായ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. 300 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊരു മഹാശിവരാത്രി സംഭവിക്കുന്നത്. 300 വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ച ഈ മഹാശിവരാത്രി നാളിൽ ഈ ഗാനങ്ങൾ മനനം ചെയ്താൽ, ഈ ഗാനങ്ങളുടെ അർത്ഥം മനനം ചെയ്താൽ ഏത് മാറാരോഗവും മാറിക്കിട്ടുമെന്ന് മരുൾ നീക്കിയാറെന്ന അപ്പർ സ്വാമി തിരുനാവുക്ക് അരശർ നമുക്ക് ഉറപ്പ് തരുന്നു. ഇനി നമുക്ക് ദാസമാർഗത്തിലേക്ക് കിടക്കാം. ഇതാ നോക്കൂ. സ്വീകര തിരുനാമം പാടിയും മണിയടിച്ചും അമ്പലപ്രതിഷ്ഠയെ പൂജിച്ച് പനിനീരാലെ അമ്പനോട് അഭിഷേകം ചെയ്തു ദാസമാർഗം. ദാസമാർഗത്തിൽപ്പെട്ട തിരുനാവുക്ക് അരശരുടെ തന്നെ ജീവിതമാണ് ഇവിടെ നാം കാണുന്നത്. തിരുമൂലരുടെ ഈ വാക്കുകൾ തന്നെയാണ് തിരുനാവുക്കരശർ എന്ന അപ്പർ പിന്തുടർന്നത്. നോക്കൂ. ശ്രീകര തിരുനാമം പാടിയും മണിയടിച്ചും അമ്പലപ്രതിഷ്ഠയെ പൂജിച്ചും പനിനീരാലെ അഭിഷേകം ചെയ്തും ഞാനിതാ എൻ്റെ ശിഷ്ടകാലം ശിവഭഗവാന്റെ ദാസനായി ജീവിക്കുന്നു. പിന്നെയോ കുറപ്പെണ്ണൊന്നായി മലമുലകളായി വല്ലിയായി ചിറപ്പേറും രാജരാജേശ്വരിയെ നാം ഭക്തിയോടെ മുറ പോൽ വഴിപാടും പൂജയും ചെയ്താൽ അവൾ പിറപ്പ് അറുത്ത് ഏകും നമുക്ക് എല്ലാ തപോബലവും. ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ശിവഭഗവാനോടൊത്തുള്ള ലോകമാതാവായ പാർവതീ ദേവിയെയും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കണ്ടോ, മുറ പോൽ വഴിപാടും പൂജയും ചെയ്താൽ പാർവതി എന്തു ചെയ്യും? പിറപ്പ് ഏറെ ഇല്ലാതാക്കി തീർക്കും, നമ്മൾക്ക് എല്ലാ തപോബലവും നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശിവപാർവതിമാരെ സ്മരിക്കുന്ന ഈ പുണ്യ ശിവരാത്രി നാളിൽ, അതായത് 300 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഈ മഹാശിവരാത്രി നാളിൽ ശിവപാർവതിമാരെ നമുക്ക് നമസ്കരിക്കാം. മാത്രമല്ല മരുൾ നീക്കിയാർ എന്ന അപ്പരുടെ ഈ ഗാനങ്ങൾ മനനം ചെയ്താൽ, തിരുനാവുക്കരശരുടെ ഈ ഗാനങ്ങൾ മനനം ചെയ്താൽ തീർച്ചയായും ഏത് രോഗവും മാറിക്കിട്ടുമെന്നാണ് തിരുനാവുക്കരശർ നമുക്ക് വാഗ്ദാനം തരുന്നത്. അതുകൊണ്ട് ഈ ശിവരാത്രി നാളിൽ, ഈ പുണ്യദിനത്തിൽ ശിവപാർവതിമാരെ നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകൾ, ഈ യജ്ഞം ഭഗവാന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഓം ശിവായ നമ. ശിവ ശിവ ശിവ. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.